എന്തൊരു മഴയല്ലേ നാട്ടില്. കലക്ടർമാരാണെങ്കിൽ സ്കൂളിന് അവധി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും. 2018 കാര്യങ്ങളൊക്കെ നമ്മൾ ആരും മറന്നിട്ടൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ 2026 നിൽക്കുമ്പോൾ കേരളത്തിൽ മൊത്തം മഴയും. നാട്ടിലെല്ലാവരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് 2018 കാര്യങ്ങളൊക്കെ വീണ്ടും സംഭവിക്കുമെന്ന്. അന്നത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആദ്യം പുഴകളൊക്കെ നിറയാൻ തുടങ്ങി, പിന്നെ റോഡുകളിലേക്ക് വെള്ളം കയറി, അവസാനം വീട്ടിലേക്കും വെള്ളം എത്തി. ഇപ്പോഴും സെയിം സാഹചര്യം തന്നെയാണ്. ചില സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കവും മലപ്രദേശങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ ഞാൻ കേട്ടു. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 2018 വീണ്ടും ഓർമ്മ വരുന്നത് വളരെ നാച്ചുറൽ ആണ്. പക്ഷെ നമ്മളിവിടെ പേടിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ശരിക്കും ഉണ്ടോ? അതോ പേടിയും മുൻകരുതലും എല്ലാം വളരെ അത്യാവശ്യമാണോ ഇപ്പോൾ? സോ ഒരുപാട് ഫാൾസ് ന്യൂസ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. അപ്പോൾ ശരിയായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇതുവരെ കേരളത്തിൽ കിട്ടിയ മൊത്തം മഴ എന്ന് പറഞ്ഞാൽ സാധാരണ മഴയേക്കാളും കുറവാണ്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 5 വരെ കേരളത്തിലും മാഹിലും കിട്ടിയത് ഏകദേശം 1080 മില്ലി ലിറ്റർ ആണ്. സാധാരണ ഈ സമയത്ത് നമുക്ക് കിട്ടേണ്ടത് ഏകദേശം 1392.3 മില്ലി ലിറ്റർ ആണ്. അതായത് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 22% കുറവാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, അല്ല അപ്പൊ മഴ മൊത്തത്തിൽ കുറവാണെങ്കിൽ പിന്നെ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇത്രയും വെള്ളം വന്നത്? അതറിയണമെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ടോട്ടൽ മഴ മാത്രം നോക്കിയാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാവില്ല. മഴ എവിടെയാണ് പെയ്യുന്നതെന്നും എത്ര ശക്തമായി പെയ്യുന്നു, എത്ര സമയത്തിനുള്ളിലാണ് മഴ കിട്ടുന്നതെന്നും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെ വെറും 3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ സാധാരണ കിട്ടേണ്ടതിന്റെ 232% കൂടുതലാണ് നമുക്ക് മഴ കിട്ടിയത്. സോ അത് വളരെ വലിയൊരു ഫ്ലഡ് അലേർട്ട് സിമ്പലാണ്. അതുകൊണ്ടാണ് മൊത്തം കിട്ടേണ്ട മഴ കുറവായിരുന്നിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ വലിയ വലിയ അപകടങ്ങൾ സാധ്യതയുള്ളത്. കാരണം ആ മഴ എവിടെയാണ് പെയ്യുന്നതെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് മലമ്പ്രദേശങ്ങളിലാണെങ്കിൽ പെയ്യുന്ന മഴ നോർമൽ സ്ഥലത്തൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അവിടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. കാരണം അവിടെയാണ് വെസ്റ്റേൺ ഗട്ട്സ് അഥവാ സഹ്യപർവ്വതങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ മലമുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം അവിടെ തന്നെ നിൽക്കില്ല. മലയുടെ ചെരുവിലൂടെ താഴേക്ക് വരും, പിന്നീട് അത് തോട്ടിലേക്കും പിന്നീട് അത് പുഴകളിലേക്കൊക്കെ പോകും. അതായത് ഒരു മലയിൽ പെയ്യുന്ന മഴ താഴെയുള്ള പ്രദേശത്തെ നന്നായിട്ട് എഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു റിവർ കാച്ച്മെന്റിൽ, അതായത് ഒരു പുഴയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന മലയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും വളരെ വലിയൊരു മഴ കിട്ടിയാൽ തന്നെ ആ വെള്ളം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുഴയിൽ എത്തിപ്പെടും. പക്ഷെ വെള്ളം താഴേക്ക് ഒഴുകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, സോയിൽ സാച്ചുറേഷൻ. സോ മഴ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണ് ആദ്യം വെള്ളം വലിച്ചെടുക്കും. സോ പിന്നെയും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീണ്ടും മണ്ണിലേക്ക് പോകും. ഇപ്പൊ നമുക്കൊരു സ്പോഞ്ചിന്റെ എക്സാമ്പിൾ എടുക്കാം. സോ മണ്ണും ഒരു സ്പോഞ്ച് പോലെ തന്നെയാണ്. സ്പോഞ്ചിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം വലിച്ചെടുക്കും. പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിനപ്പുറം സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കാതെ വരികയും അത് വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിന്റെ താഴത്തൂടെ മുകളിലൂടെ താഴേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. സോ അതേ ഒരു പ്രക്രിയയാണ് മണ്ണിലേക്കും വീണ്ടും വെള്ളം എത്തിച്ചേരുമ്പോൾ അതിന് താങ്ങാനാവാതെ മുകളിലൂടെ വെള്ളം താഴേക്ക് പോകും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് നേരത്തെ തന്നെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പെയ്യുന്ന വലിയ മഴയുടെ വെള്ളം വളരെ വേഗത്തിൽ തന്നെ തോട്ടിലേക്കും പുഴകളിലേക്കും ഒക്കെ എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്ര മഴ പെയ്തു എന്നത് നോക്കിയാൽ പോരാ, കുറച്ച് ദിവസത്തിനുള്ളിൽ എത്ര മഴ പെയ്തു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്. ഇതേ ഒരു കാര്യം തന്നെയാണ് മലയോര മേഖലകളിലെ ലാൻഡ് സ്ലൈഡ് റിസ്ക് കൂട്ടാനും പ്രധാനമാകുന്നത്. അതായത് മണ്ണിൽ വെള്ളം കൂടുമ്പോൾ സോയിൽ സാച്ചുറേഷൻ ലെവൽ വളരെ ഹൈ ആവുന്നുണ്ട്. അങ്ങനെ മലേന്റെ ഭാരം കൂടും. അങ്ങനെ വീണ്ടും ശക്തമായി മഴ പെയ്യുമ്പോൾ മലയ്ക്ക് അത് താങ്ങാൻ കഴിയാതെ തന്നെ മല ഇടിഞ്ഞ് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി പുഴകളിൽ വെള്ളം കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ ഒരു പുഴയുടെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഉയർന്നിരിക്കായിരിക്കും. അങ്ങനെ പുതുതായി വീണ്ടും വെള്ളം വരുമ്പോൾ ലെവൽ വീണ്ടും ഉയരും. അതുകൊണ്ട് തന്നെ പെരിയാറ്, പമ്പ, ചാലക്കുടി, ഭാരതപ്പുഴ എന്നുള്ള പുഴകളുടെയൊക്കെ കാച്ച്മെന്റ് ഏരിയസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഡാമിന്റെയും റിസർവോയറിന്റെയും കൂടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഒരു കാര്യം തന്നെ ആദ്യം ഞാൻ ക്ലിയർ ചെയ്യാം. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഒരു സ്ട്രക്ചറും റിസർവോയർ എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ സംഭരിച്ചു വെക്കാൻ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ 2018 ഏറ്റവും ശക്തമായ മഴ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ 7 പ്രധാനപ്പെട്ട റിസർവോയറുകൾ 6 എണ്ണവും 90% നിറഞ്ഞിരുന്നു. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവിടെ വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ സെയിം ഫ്ലോ അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. തോരാത്ത മഴ വരികയാണ്. അതുകൊണ്ട് മലമുകളിൽ നിന്ന് സോയിൽ സാച്ചുറേഷൻ ലെവൽ ഹൈ ആവുന്നു, പിന്നെ റൺ ഓഫ് സംഭവിക്കുന്നു. അങ്ങനെ പുഴകളിലേക്ക് വെള്ളം കൂടുന്നു. അതേസമയം തന്നെ റിസർവോയറിലേക്കും പുഴകളിൽ നിന്നും വെള്ളം എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഒരു റിസർവോയർ ഇതിനകം തന്നെ വളരെ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പുതിയ വെള്ളം കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാവും.
അങ്ങനെ ഇത് റിലീസ് ചെയ്തേ പറ്റും. അങ്ങനെ ഡാമിന്റെ ഷട്ടറുകൾ നമുക്ക് തുറക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ അത് റിവർ സിസ്റ്റത്തിലേക്ക് വീണ്ടും പോയി, പുഴകൾ വീണ്ടും കരകവിയുന്നു. 2018 ഫ്ലഡിന്റെ മെയിൻ കാരണം ഡാമിന്റെ ഷട്ടർ തുറന്നതാണെന്ന് കുറെ ന്യൂസസിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഡാമിന്റെ ഷട്ടർ തുറക്കാനായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയധികം കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഡാമിന്റെ ഷട്ടർ നമ്മൾക്ക് തുറക്കേണ്ടി വന്നത്. ഇവിടെയാണ് 2018 2026 ഇടയിലുള്ള ഒരു വലിയ ഡിഫറൻസ് കാണുന്നത്. 2018 ജൂൺ മുതൽ തന്നെ മഴ വളരെ കൂടുതലായിരുന്നു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 19 വരെ കേരളത്തിൽ ഏകദേശം 2500 മില്ലിലിറ്ററോളം മഴ കിട്ടി. സാധാരണ കിട്ടേണ്ടത് വെറും 1700 മില്ലിലിറ്റർ മാത്രമാണ്, അതായത് 42% കൂടുതൽ. പക്ഷെ അതിലും പ്രധാനപ്പെട്ടത് മഴ പല ദിവസങ്ങളിലും വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഓഗസ്റ്റിൽ വീണ്ടും മഴ വളരെ ശക്തമായി വന്നു. ആ സമയം ആ മാസം മാത്രം സാധാരണയേക്കാൾ കൂടുതൽ ഏകദേശം 164% കൂടുതൽ മഴ നമുക്ക് കിട്ടി. അതായത് 2018 വലിയൊരു ഫ്ലഡ് ഇവന്റ് ആക്കിയ ഇമ്പോർട്ടന്റ് കാരണവും ഇത് തന്നെയാണ്. 2026 ഇപ്പോഴത്തെ പിക്ചർ അതൊന്നും അല്ല കേട്ടോ. ഇതുവരെ നമുക്ക് ഓവറോൾ റെയിൻഫാൾ റേറ്റ് ഏകദേശം 22% കുറവാണ്. അതുകൊണ്ട് തന്നെ 2018 വീണ്ടും തുടങ്ങി എന്ന് പറയാനുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പൊ ഇല്ല. കാരണം ഈ സമയത്ത് ഏകദേശം 42% കൂടുതൽ മഴ അന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 22% കുറവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ നമുക്കൊരു ലോക്കൽ ഫ്ലഡ് റിസ്ക് ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ റിവർ കാച്ച്മെന്റിൽ തന്നെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടേയിരുന്നാൽ വെള്ളപ്പൊക്കം തീർച്ചയായിട്ടും ഉണ്ടാകും. വെസ്റ്റേൺ ഗട്ട്സിൽ മഴ കൂടിക്കഴിഞ്ഞാൽ മണ്ണിടിച്ചിലും ഉണ്ടാവും. മണ്ണ് നേരത്തെ തന്നെ സാച്ചുറേറ്റഡ് ആണെങ്കിൽ റൺ ഓഫും കൂടുതൽ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. പുഴയിൽ വെള്ളം കവിഞ്ഞൊഴുകും, വാട്ടർ ലെവൽ ഇൻക്രീസ് ആവും. ഇനി സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം വരെ ബ്ലോക്ക് ആവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഫ്ലഡ് റിസ്ക് ഒക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഉണ്ടാവാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ മാക്സിമം ജാഗ്രത പാലിക്കേണ്ട സാഹചര്യങ്ങളിൽ വീഴ്ചയൊന്നും വരുത്തരുത്. അതുകൂടാതെ തന്നെ പുതിയതായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പുതിയ ക്രാക്കുകളൊക്കെ കാണുകയാണെങ്കിലും ചെരിഞ്ഞ മരങ്ങൾ, റോഡിലേക്ക് മണ്ണോ കല്ലോ വീഴുന്നതും, മുമ്പില്ലാത്ത സ്ഥലങ്ങളൊക്കെ വെള്ളം കയറി വരുന്നതും, പുഴയിൽ വെള്ളം ഉയർന്നതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലഡോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് റിസ്കോ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഷെൽട്ടറുകളിലേക്കൊക്കെ മാറാൻ നോക്കണം. യാത്രകൾ പരമാവധി ഹൈ റേഞ്ചിലേക്ക് പോവാതിരിക്കുക. പിന്നെ മഴയത്ത് വാഹനങ്ങൾ സ്ലോ ആയി ഓടിക്കാൻ ശ്രദ്ധിക്കുക, ചുറ്റും ശ്രദ്ധിക്കാൻ നോക്കുക. അങ്ങനെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഫ്ലഡിലോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിലോ പെട്ട് കിടക്കുകയാണെങ്കിൽ ഫയർഫോഴ്സിനെയോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ അറിയിക്കുക. ഗവൺമെന്റ് സപ്പോർട്ട് എടുക്കുക.